അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായില്ലേ നിങ്ങളെ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോയിട്ട്. എന്താണ് കുറേ പേര്, അത്യാവശ്യം കുറച്ച് പേര്, കുറേ പേരെന്ന് പറയുമ്പോൾ വളരെ അധികമൊന്നുമില്ല, വളരെ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു ചോദിച്ചു, എന്താ കുറേ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു റെസിപ്പി എങ്കിലും ഇടാറുണ്ടല്ലോ, ഇപ്പം എന്ത് പറ്റിയെന്ന്. അതിന് വ്യക്തമായ ഒരു ഉത്തരം ഞാൻ എന്താ പറയുക ഇപ്പം നിങ്ങളുടെ അടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ് ഈ കുക്കിംഗ് വീഡിയോ ആയിട്ട് എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ വെയിറ്റ് ഗെയിൻ പ്രശ്നങ്ങൾ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കുക്കിംഗ് വീഡിയോ കുറയ്ക്കുന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു ആഴ്ചയിൽ ഒരെണ്ണം ഇട്ടുകൂടെ എന്നൊക്കെ. ഈ ഡയറ്റിംഗ് അല്ല, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഭക്ഷണ രീതി. അപ്പോൾ അതിലുള്ള കറികളെല്ലാം നിങ്ങൾക്ക് അറിയണതാണ്. സാമ്പാറാണെങ്കിലും കടലപ്പേരി ആണെങ്കിലും പിന്നെ മെഴുക്കുവരട്ടികളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഇത്തിരി ഒരു ചീറ്റയെ പോലെ, ചീറ്റയല്ല ഇത്തിരി ഹെവി ആയിട്ട് കഴിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെന്ന് വെച്ചാൽ ചോറും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾക്കൊരു മോരുകറി ഉണ്ടായാൽ മതി, ഒരു പപ്പടം വറുത്തത്, ഞങ്ങൾക്ക് കുശാലാണ്. ഇതൊക്കെ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ കഴിക്കുന്നത് അതൊക്കെയാണ്. മധുരം ഞാൻ തീർത്തും ഒഴിവാക്കി. എണ്ണപ്പലഹാരങ്ങളൊക്കെ ഞാൻ വളരെയധികം കുറവാണ്. പിന്നെ ഈ എന്താ പറയുക, ചിക്കനൊക്കെ നമ്മൾ കറി വയ്ക്കുമ്പോൾ നല്ല മസാലയൊക്കെ ചേർത്തിട്ടുള്ള വരട്ടി വെക്കണത് അങ്ങനത്തെയൊക്കെ ഞാൻ വളരെയധികം കുറച്ചു. പിന്നെ എനിക്ക് റെസിപ്പി ആയിട്ട് കാണിക്കാനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും. അതൊരു എന്താ പറയുക, ഒരു പരിധിയല്ല, 100-101% ഉണ്ടാക്കി നമ്മുടെ മുന്നിൽ കണ്ടാൽ നമ്മളത് കഴിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്നെക്കൊണ്ട് സാധിക്കില്ല. കാരണം നമ്മളിവിടെ വീട്ടിൽ 2 പേരേ ഉള്ളൂ. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരെങ്കിലും പെട്ടെന്ന് ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അവസാനിക്കും. പക്ഷെ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇത്തിരി അത് കഴിക്കും. അതൊക്കെ കൊണ്ട് റെസിപ്പി ആയിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പിന്നെ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ യൂട്യൂബറൊന്നുമല്ല ഞാൻ. എൻ്റെ ഒരു റെസിപ്പിക്കായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ വെയിറ്റ് ചെയ്തിരിക്കുക, അതൊന്നും എന്തായാലും പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യമല്ല. ആരും അത് വെയിറ്റ് ചെയ്തിരിക്കൂല, എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ആഴ്ചയിൽ ഒരു റെസിപ്പി എന്നൊക്കെ പറഞ്ഞാലും അതത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ലെന്ന് എനിക്കറിയാം. ഡെയിലി തന്നെ ഇടുന്നവരുണ്ട്, എന്നിട്ട് തന്നെ യൂട്യൂബിൽ ഇപ്പം അത്രയും വ്യൂവും കാര്യങ്ങളും ഒക്കെ ഒരു പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആഴ്ചയിൽ ഒരിക്കൽ ഇടാനുള്ളതൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് അതും വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇപ്പം ഇത് പറഞ്ഞ പോലെ ഞാൻ ഇതിൽ വ്ളോഗ് പോലെ ഇടാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കുക എന്താ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് വ്ളോഗ് പോലെ ഇങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഇപ്പോഴത്തെ ഞാൻ ചെയ്യുന്ന രീതികൾ. അപ്പം ഇതുപോലെയൊക്കെ മതിയെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ചെയ്യാം. ഞാൻ കഴിക്കുന്ന ഇപ്പോഴത്തെ സ്നാക്സ് കാര്യങ്ങൾ ഒക്കെ. നമ്മുടെ ഓൾറെഡി വീഡിയോ വെയിറ്റ് ലോസിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ 64-ന്ന് 54 എത്തിയതായിരുന്നു. ഇപ്പം ഞാൻ 51 എത്തി. പക്ഷേ ഞാൻ വണ്ണം കുറയ്ക്കുന്നത് ടൈം എടുത്തിട്ടാണ്. കാരണം പിന്നീട് നമ്മുടെ അരിഭക്ഷണമാണെങ്കിൽ എന്ത് കഴിച്ചാലും വണ്ണം വെക്കരുത്, എനിക്ക് ഇതുപോലെ തന്നെ നിലനിന്ന് പോകണം. അതുകൊണ്ട് ഞാൻ ടൈം എടുത്തിട്ടാണ് എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസിൻ്റെ. ഇപ്പോൾ ഈ 64 എന്ന് പറയുന്നത് അതിന് ശേഷം ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല. എനിക്ക് എത്ര വെയിറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. 64 ഒക്കെ എത്തിയപ്പോൾ സമയത്ത് ഞാൻ പിന്നെ വെയിറ്റ് ചെക്കിയിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ 64 എന്നല്ല 68 ഒക്കെ വരെ ഞാൻ എത്തിയിട്ടുണ്ടാവും മിക്കതും. പിന്നീട് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇത്രയും നാളത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 2016-17 സമയം തൊട്ടിട്ട് 2016 തന്നെ ആദ്യമൊക്കെ ആയിട്ട് ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു ക്വിക്കായിട്ടുള്ള വെയിറ്റ് ലോസ് അല്ല. എൻ്റെ ടൈം എടുത്ത് ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോഴും വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇത്തിരി ആയിട്ടാണ് ഞാൻ കുറച്ച് വരുന്നത്. കാരണം ഇന്നിപ്പോൾ എനിക്ക് റൈസ് കഴിക്കാം, എന്ത് വേണമെങ്കിൽ കഴിച്ചാലും പിറ്റത്തെ ദിവസത്തേക്ക് എൻ്റെ ആ വെയിറ്റ് ഗെയിൻ ആവരുത്. അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിൽ പോകാനാണ് എനിക്കിഷ്ടം. അല്ലാതെ ഒരു ക്വിക്കായിട്ട് പെട്ടെന്ന് കുറച്ച് അത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നിലനിന്ന് പോവാം. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഞാൻ ചേഞ്ച് ചെയ്തു. അതാണ് മെയിനായിട്ട് ഉണ്ടായത്. എന്ന് വെച്ചാൽ ബിരിയാണിയൊന്നും അധികം വെക്കലില്ല. ഇപ്പം ചിക്കൻ അതൊക്കെ നല്ലതാണ്. അതൊക്കെ പല അഭിപ്രായമാണ്. എന്നെ സംബന്ധിച്ച് നോൺ വെജ് കാര്യങ്ങളൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് വന്നു, മസാലക്കറികളെല്ലാം അങ്ങനെയൊക്കെ. പിന്നെ മധുരം ഒട്ടുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആക്കി, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു നോക്ക്. ഇതുപോലെയൊക്കെയാണ്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ഇല്ല. എൻ്റെ എല്ലാ ഡേയും വ്യത്യസ്തമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാൻ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഇതുപോലത്തെ ഒക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ, ഇഷ്ടമാണെങ്കിൽ. പിന്നെ വിലയ്ക്ക് പിന്നെ ജസ്റ്റ് ഒരു ചിറ്റാറ്റ് പോലെയൊക്കെ അങ്ങനെയൊക്കെ ഓക്കെയാണ്. പിന്നെ ഞാനിവിടെ ടൈം പാസിന് എന്താണ് ചെയ്യുന്നത്, എൻ്റേതായ നേരം പോക്കുകൾ കാര്യങ്ങൾ, തുന്നും തയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. തുന്നും തയ്ക്കുന്ന പറഞ്ഞാൽ ചില സൈഡിൽ രണ്ടും ഒരർത്ഥാണ് കേട്ടോ. പക്ഷേ നമ്മുടെ അവിടെ തുന്നാന്ന് വെച്ചാൽ കൈത്തുന്നാണ്, തയ്ക്കാന്ന് വെച്ചാൽ മെഷീൻ ഉപയോഗിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എൻ്റെ ചെടി പരിപാലനം, അങ്ങനെ ഞാൻ എന്തൊക്കെ ഇവിടെ ചെയ്ത് നേരം കളയുന്നു, അതൊക്കെയുള്ള വീഡിയോകൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ
അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. പക്ഷേ എന്തെങ്കിലും പ്രോപ്പറായിട്ട് കുക്കിംഗ് വീഡിയോ കാണാനുള്ളവരായിരിക്കും അധികം. അപ്പോൾ അതാണ് എനിക്കൊരു പേടി ഇങ്ങനത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇനി അങ്ങനെ ഇട്ട് പോകേണ്ട കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ ഭക്ഷണ രീതി വളരെയധികം മാറി. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കി. ഇനി ഞാൻ നിങ്ങളെ ചടപ്പിക്കണില്ല. വീഡിയോ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നല്ല പേടിയുണ്ട്, കുറേ നാളുകൾക്ക് ശേഷമാണ് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ കുറേ പേര് മാവേലി എന്നൊക്കെ വിളിക്കും, എന്നാലും കുഴപ്പമില്ല. അത് വിഷമമൊന്നുമില്ല കേട്ടോ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കും. അപ്പം ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ളതല്ല. കാരണം മോർണിംഗ് ഒന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഉച്ച തൊട്ടുള്ളത്. ഇന്ന് ഞാൻ ചോറ് വയ്ക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചോറ് അങ്ങനെ ഡെയിലി കഴിക്കണമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്ന കറികൾ, കാര്യങ്ങൾ. ഇത്രയും നിസ്സാരമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ. ഇതൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ. അതായത് ക്യാബേജ് തോരൻ വയ്ക്കുക. ഇപ്പം ഞാൻ തോരൻ വയ്ക്കുന്നത്, എല്ലാവരും തോരൻ വയ്ക്കുമ്പോൾ കടുക് വറുക്കുകയൊക്കെ ചെയ്യില്ലേ. ഞാൻ കടുകൊന്നും വറുക്കില്ല. അതൊക്കെ ഓണം, വിഷു അങ്ങനെയുള്ള പരിപാടികൾക്ക്, സദ്യക്ക് അങ്ങനെയൊക്കെ മാത്രമാണ്. എനിക്ക് കടുകിൻ്റെ ചുവ അത്രയും ഇഷ്ടമല്ല. ഈ രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും തേങ്ങയും ക്യാബേജൊക്കെ ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, ഇത്തിരി ഉപ്പിട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ല കൈ കൊണ്ട് ഞെരടുക ഏതായാലും ഓക്കെ. നല്ല തിരുമ്മി എടുക്കുക, അതിനെ അങ്ങനെ പറയാം നമുക്ക്. നല്ല തിരുമ്മി എടുക്കുക. എന്നിട്ട് തോരൻ വയ്ക്കുക അടുപ്പത്ത് വെച്ചിട്ട്. പിന്നെ അതുപോലെ ഇപ്പം ഞാൻ ഇങ്ങനത്തെ എന്താ പറയുക, അലുമിനിയം അല്ലല്ലോ, ഇരുമ്പിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൂടുതലും ഇങ്ങനത്തെ ആക്കി ഞാൻ. അത് ഉപയോഗിച്ചതിന് ശേഷം ബ്ലഡിൻ്റെ അളവൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. അതേ നേരം കൊണ്ട് തന്നെ ഇപ്പുറത്ത് നമ്മുടെ സിമ്പിളായിട്ടുള്ള തൈര് കാച്ചുക. അതിന് ഞാൻ തൈര് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് എപ്പോഴും കാച്ചാറ് കേട്ടോ, എപ്പോഴും. ഇപ്പോൾ തക്കാളിയും കൂടിയും തേങ്ങ കൂട്ടിയിട്ട് അരയ്ക്കും. എന്നിട്ടാണ് ഞാൻ ഈ ചുവന്നുള്ളിയും വേപ്പിലയും ഇതൊക്കെ മൂത്തതിലേക്ക് ഞാൻ ഒഴിക്കാറ്. ചിലവർ തൈര് തന്നെ ഒഴിക്കും, തേങ്ങ തന്നെ അരച്ചൊഴിക്കും. അതൊക്കെ ഒരു രീതിയാണ്. കുറച്ച് കായത്തിൻ്റെ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒന്നൊരു ഭംഗി കിട്ടാൻ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് തക്കാളിയും തേങ്ങയും മാത്രം കേട്ടോ. കുറച്ച് നല്ല ജീരകം ഇട്ടിട്ട് അരച്ചതാണ്. അത് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഒഴിച്ച ഉടനെ തന്നെ ചട്ടി ഓഫ് ചെയ്യണം. ചട്ടിയല്ല, തീ ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ തൈരും അതെ. തൈര് ഈ തേങ്ങയുടെ ഈ കൂട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ തൈര് ഒഴിക്കുക. അങ്ങനെ ഒഴിച്ചു. ഇതേ കണ്ടോ, അവസാനം ഒന്ന് കടുക് വറുക്കും. കുറച്ച് വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ട് ഒന്ന് കടുക് വറുക്കും, ഒരു ഇച്ചിരി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിലേക്ക് ആയതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഭംഗിയാക്കിയത്. അല്ലെങ്കിൽ അവസാനത്തെ കടുക് വറ ഉണ്ടാവാറില്ല സത്യത്തിൽ. അതിൻ്റെ ഇടയിൽ ചോറ് അവിടെ പെട്ടെന്ന് തന്നെ ഒരു 3 വിസിലടിച്ച്, ഞാനിതുപോലെ കുക്കറിലാണ് ചോറ് വയ്ക്കാറ്. എനിക്കങ്ങനെ ഒട്ടിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഇത്രയും സിമ്പിളാണ് ഞങ്ങളുടെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് അറിയണതായിരിക്കും അല്ലേ, ക്യാബേജും തൈര് കാച്ചാനും ഒക്കെ. അതാണ് ഞാൻ പറയണത്. ഇത്രയും സിമ്പിളാണ് നമ്മുടെയൊക്കെ ഭക്ഷണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പപ്പടം ഞാൻ വെളിച്ചെണ്ണയിലല്ല കാച്ചുക, ഞാൻ മൈക്രോവേവിൽ വെച്ച് വറുത്തെടുക്കുകയാണ് ചെയ്യാറ്. കാലത്ത് വറുത്തതിൻ്റെ പുട്ടും പൊടി അതിൽ കിടക്കുന്നത്. അപ്പം ഹൈ പവറിലാക്കിയിട്ട് ടൈം 2 മിനിറ്റ് കൊടുത്താൽ പപ്പടം അവിടെ വറുത്ത് കിട്ടും നമുക്ക്. ചുടുന്നതിൽ നിന്നും വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ചുടണ ടേസ്റ്റ് അല്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെളിച്ചെണ്ണയിൽ കാച്ചേണ്ടത് ആലോചിച്ചിട്ട് പപ്പടം അങ്ങനെ വെളിച്ചെണ്ണയിലധികം എനിക്ക് അത്ര താല്പര്യമില്ല. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കട്ടെ. അങ്ങനെ ഇന്ന് വിജു ചേട്ടന് ഉച്ചയ്ക്കായിരുന്നു, മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ആളും എത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടോ എത്ര സിമ്പിളാണ്, പക്ഷെ നല്ല യമ്മി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തൈര് കാച്ചിയതും പപ്പടവും മാത്രം മതി ഞങ്ങൾക്ക്, സത്യം പറയുകയാണെങ്കിൽ. അത്രയും നിസ്സാരമാണ്. കുറച്ച് ചോറും അത്രയാണ് വേണ്ടു. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ ലഞ്ച് എന്ന് പറയുന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടുതൽ റെസിപ്പികൾ എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെയാണ് നമ്മൾ വീക്കിൽ ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അത് അത്രയും സിമ്പിളായിരിക്കും കേട്ടോ. അതാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അലക്കാട്ടു, ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. എഴുന്നേറ്റ് വിജു ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി കേട്ടോ വീണ്ടും. അത് കഴിഞ്ഞ് അലക്കാൻ ഉള്ളത് ഇട്ടതിന് ശേഷം ഇത് ഞാൻ ടോഷിബയുടെ മറ്റേ ഇതില്ലേ, നമ്മുടെ എന്താ അതിൻ്റെ പേര്,
നമ്മുടെ ഹാർഡ് ഡിസ്ക്കാണ് കേട്ടോ ഇത് ഞാൻ കുറേ ഫോട്ടോസും വീഡിയോ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫോണിൽ. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ്. ഇതാകുമ്പോൾ നമുക്ക് ലാപ്പിലേക്ക് മാത്രമല്ല ഡയറക്റ്റ് ഫോണിലേക്കും ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സി കേബിളാണ് തോന്നുന്നുണ്ട്, സി അങ്ങനെ എന്തോ ഉണ്ടല്ലോ ഒരു സംഗതി, അതാണിത്. അപ്പോൾ എൻ്റെ ഫോൺ അങ്ങനത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ മേടിച്ചത്. പക്ഷെ ഇത് നല്ല വിലയൊന്നും വലിയ കൂടുതലുണ്ടാകില്ല. കടയിലൊക്കെ നോക്കിയപ്പോൾ നല്ല പ്രൈസായിരുന്നു. ഇതെനിക്ക് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ ഇവിടെ മേടിച്ചത്. എത്രയാണ് 169 അങ്ങടാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എത്രയൊക്കെയാണ് കിട്ടിയത്. പക്ഷേ നല്ലതായിരുന്നു. കാരണം ഫോണിലൊക്കെ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ ലാപ്പിലാക്കിയാലും ലാപ്പിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചാക്കാനും ഒക്കെ പണിയാണ്. ഇതാണെങ്കിൽ നല്ല സുഖമാണ്. പക്ഷെ നല്ല സ്ലിമ്മായിട്ട് അടിപൊളി സാധനമായിരുന്നു കേട്ടോ. കുറേ ഫോണൊക്കെ ജീവൻ കിട്ടിയ പോലെ ഇതിന്ന് ഫോട്ടോസൊക്കെ അങ്ങോട്ടാക്കിയപ്പോൾ അത് കഴിയുമ്പോഴത്തേനും ഇന്ന് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കാണിക്കുന്നതല്ല. അപ്പം ഞാൻ വിചാരിച്ചൊരു ചെറിയ കേക്കിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന്. 2 മുട്ട എടുത്തിട്ട് അതിൻ്റെ വെള്ളയും ഉണ്ണി സെപ്പറേറ്റ് ആക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം നല്ലോണം ബീറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ നമുക്കൊരു 130 ഗ്രാം ബട്ടർ, അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചത്, മുഴുവൻ പഞ്ചസാര 1/2 കപ്പ് എടുക്കുക. എന്നിട്ട് പൊടിച്ചതും കൂടിയിട്ട് നല്ല ഒരു 5 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അത് ബീറ്റായതിന് ശേഷം നമ്മുടെ കോഴിയുടെ മുട്ടയുണ്ടല്ലോ, കോഴിയുടെ മുട്ടയുടെ ഉണ്ണി ഉണ്ടല്ലോ മാറ്റി വെച്ചത് 2 എണ്ണം, അത് ഇതിലോട്ട് ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. അടിപൊളി കേക്കാണ്, നിങ്ങളിത് മിസ് ചെയ്യരുത്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം, ഈ റെസിപ്പീനെ കുറിച്ചിട്ട്. അടിപൊളി കേക്കാട്ടോ. പിന്നെ അതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കുക ഇപ്പോൾ ഈ ബീറ്റ് ചെയ്തതിലേക്ക്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അതും കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പഴം, റോബസ്റ്റ, ഇവിടെയാണെങ്കിൽ നമ്മുടെ മറ്റേ പിൽപ്പിന് പഴം അതായാലും മതി. അതൊരു 2 എണ്ണം ചെറുത്, ഒരു മീഡിയം ചെറുത് 2 എണ്ണം എടുത്തിട്ട് അതൊന്ന് ഒരു കൈ കൊണ്ടൊന്ന് ഞവടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം 1/2 കപ്പ് മൈദപ്പൊടി, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് ഇടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഒപ്പം നമ്മുടെ നേരത്തെ പതപ്പിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളയും ഇത്തിരീശ ചേർക്കുക. അധികം ഓവർ ബീറ്റ് ചെയ്യരുത്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ കൂട്ട് എന്ന് പറയുന്നത്. അതായത് 1 കപ്പ് ബ്രൗൺ ഷുഗറും 1 കപ്പ് ചോക്ലേറ്റ് ചിപ്പും 2 ടീസ്പൂണ് സിനമണും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് ആദ്യം നമ്മുടെ കേക്കിൻ്റെ മിക്സ് നമ്മുടെ പാനിലേക്ക് ഇട്ടിട്ട് അതിലിതിങ്ങനെ വെതറി കൊടുക്കുക. ഈ ഒരു കൂട്ട് അണ്ടിപ്പരിപ്പ് ഇടാട്ടോ അതിൻ്റെ ഇടയിൽ. ഞാൻ മറന്നുപോയി അത്. ഞാൻ അവസാനം എന്നിട്ട് മീതിയാണ് ഇട്ടത്. ബാക്കിയുള്ള നമ്മുടെ മാവും ഇതേപോലെ തന്നെ മീതൊഴിക്കുക. കുറച്ച് ആ കൂട്ടുണ്ടല്ലോ, ചോക്ലേറ്റിൻ്റെ കൂട്ട് പകുതിയാണ് ലെയറായിട്ട് ഇടാവും കേട്ടോ. ബാക്കി നമുക്കിതേ പകുതി മുകളിലിട്ട് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് ഇതിൽ മിക്സ് ചെയ്യാൻ മറന്നു. അവസാനം ഞാൻ മീതി ഇട്ടത് സത്യത്തിൽ. 8 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഓവനിലൊരു 180 ഡിഗ്രിയിൽ ഞാൻ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കണ്ട നല്ല സോഫ്റ്റാണ്, അടിപൊളി ബട്ടർ കേക്കാണ് ബനാനയുടെ. അതിൽ ഈ ഒരു മിക്സ് വരുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നല്ല സോഫ്റ്റാണ്. കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ പിന്നെയും നമ്മൾ കഴിക്കും. അത്രയും യമ്മി കേക്കാണ് കേട്ടോ. ഇത് എനിക്ക് ഒരാൾ ഷെയർ ചെയ്ത് തന്നതാണ് ഈ റെസിപ്പി. അപ്പോൾ ആ റെസിപ്പി ഞാൻ നിങ്ങൾക്കും കൂടിയും പറഞ്ഞു തന്നതാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. പിന്നെ ഞങ്ങളുടെ രാത്രിയിലെ പരിപാടി ഫൈനലായിട്ട് സൂപ്പാണ് ഇന്ന് മെയിനായിട്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടു, പിന്നെ കേക്ക് കഴിച്ചു. അതൊക്കെ ആയ സ്ഥിതിക്ക് ഇന്ന് രാത്രി വളരെ ലേറ്റായിട്ടാണ് ഫുഡ്. അതായത് സൂപ്പ്, ഓമക്കായ വെച്ചിട്ടാണ് സൂപ്പ് ഇട്ടത്. ഇത് ഇത്തിരി പഴുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, അതിന് പഴുപ്പിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. കണ്ടോ, കളറൊന്നും മാറിയിട്ടുണ്ട്, തനി പച്ചയല്ല. അത് ഇത്തിരി മാറിയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അത് ഇനി നന്നാക്കിയിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പലതരത്തിൽ ആൾക്കാർ സൂപ്പ് ഉണ്ടാക്കും. ഞാനിപ്പോൾ എനിക്ക് രാത്രി ഞാൻ കഴിക്കുമ്പോൾ സൂപ്പ് ഉണ്ടാക്കണതിൽ ക്രീം അല്ലെങ്കിൽ അതുപോലെ പാല് ഇതൊന്നും ഞാൻ ചേർക്കാറില്ല. എന്നാൽ ടേസ്റ്റ് വേണം. ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഭക്ഷണം കഴിക്കണം, വണ്ണം വെക്കരുതെന്ന് വെച്ചിട്ട് എന്തും കഴിക്കും അങ്ങനെയൊന്നുമല്ല. എനിക്ക് അത്യാവശ്യം ടേസ്റ്റൊക്കെ വേണം, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല. എന്നാൽ കഴിക്കാതെ പട്ടിണി കൊടുക്കുമോ അതും ചെയ്യില്ല. വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടിണി ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റ് കൂടാനുള്ള മെയിൻ സാധനമാണ് സവോള. ശരിക്കും നമ്മുടെ സൂപ്പ് ഉണ്ടാക്കണതിൽ ബട്ടറും പിന്നെ അതുപോലെ തന്നെ സവോളയും ധാരാളം ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. സവോള ചുമ്മാ അങ്ങോട്ട് ചേർത്താൽ പോരാ, നല്ല വഴറ്റണം. പിന്നെ ഒരു 4 സവോള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം പപ്പായയിലേക്ക്. പപ്പായയല്ല,
ഓമക്കായ ഓമക്കായ എന്ന് നമ്മുടെ അവിടെ പറയാം കേട്ടോ, പപ്പായ എന്നും പറയും കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ഞാൻ ചേർക്കും കേട്ടോ, ബട്ടർ ചേർക്കാറുണ്ട്. പിന്നെ എല്ലാ ഫുഡും നമ്മൾ വളരെയധികം കുറവാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ രാത്രി സൂപ്പിൽ അത്യാവശ്യം ബട്ടർ ഞാൻ ഇടാറുണ്ട്. അതുകൊണ്ട് ഇതുവരെ എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല. ബട്ടർ നല്ലോണം ചൂടായതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ഒരു 4 അല്ലി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് മൂത്തതിന് ശേഷം മാത്രം ഈ 4 സവോളയും ചേർത്ത് കൊടുക്കുക. നല്ലോണം വഴറ്റണം, അതായത് ബട്ടർ നല്ലോണം ചൂടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓയിലിൽ വഴറ്റണ പോലെയല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സവോള റെഡി ആയിട്ട് കിട്ടും. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല വഴറ്റിയെടുക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ കളർ നന്നായി മാറണം. നമ്മുടെ കുക്കറിൻ്റെ അടിയിൽ കണ്ട അങ്ങനെ കരിഞ്ഞ പോലേക്ക് വരും, ഒരു പ്രശ്നവുമില്ല. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് കടലപ്പൊടി, അതാണ് ഞാൻ മെയിനായിട്ട് ഇട്ട് കൊടുക്കാറ്. അതും ഒന്ന് ചൂടാക്കുക. അതിന് ശേഷം നമ്മുടെ ഈ കഴുകി വെച്ചിട്ടുള്ള ഓമക്കായ, വെയിറ്റ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് പിടിയില്ല. പിന്നെ ഇതിലോട്ട് ആ ഓമക്കായയുടെ ലെവലിനനുസരിച്ച് വെള്ളം ഇട്ടോ, അതിലും കൂടരുത്. കാരണം കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പിന് ഒരു പച്ചള ചുവ വരും. കണ്ട ഇതുപോലെ എത്രയോ നമുക്ക് ഉള്ളി ആ മുരിഞ്ഞതാണ് ആ കയ്യിലുമുള്ളത്, അതൊന്നും വേസ്റ്റ് ആക്കരുത്. അതൊക്കെ അതിലേക്ക് മാന്തിയിട്ടോളൂ കേട്ടോ. കാരണം അത്രയും ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്, അത്രയും വഴന്ന അത്രയും ടേസ്റ്റാണ് ഇതിന്. ഇനി ഇത് നമുക്ക് ഒരു വിസിൽ അടിപ്പിച്ചാൽ മതി. ഒരു വിസിൽ അടിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അടിക്കുക. അതാണ് ഏറ്റവും നല്ലത്, സേഫ് ആവാൻ, അല്ലെങ്കിൽ പണി കിട്ടും ചിലപ്പോൾ. അപ്പോൾ അതും ഒന്ന് മിക്സിയിൽ നല്ലൊന്ന് അടിച്ചെടുക്കുക. ഒറ്റ വിസിൽ മതി. കണ്ട നല്ല ക്രീം പരുവത്തിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാനൊരു കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുള്ളൂ, കാരണം രാത്രിയാണ് കഴിക്കുന്നത്. ഇപ്പോൾ പിന്നെ ചൂടായി തുടങ്ങി, അതുകൊണ്ട് കുരുമുളകൊക്കെ അധികം ചേർത്താൽ നല്ല ചൂട് കൂടും ശരീരത്തിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ബട്ടർ ചേർക്കാം കേട്ടോ, ക്രീം വേണ്ടവർക്ക് അതും ചേർക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ്. കുറ്റങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും എടുത്തതിൽ. ഇനി ഇതിലൊക്കെ മാറ്റം വരുത്തിയിട്ട് ഞാൻ ആദ്യം ഒന്ന് എങ്ങനെയാണ് ഞാൻ ശരിക്കും കുക്കിംഗ് വീഡിയോ അല്ലേ ഇടാറ്, എങ്ങനെ ഇത് എടുക്കാമെന്നൊക്കെ ഒന്ന് പഠിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ ഒന്നും കൂടി ഞാൻ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കഴിക്കണതൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.